നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വല്ലപ്പുഴയിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം സ്കൂട്ടർ യാത്രക്കാരിയുടെ സ്വർണ്ണമാല കവർന്നു. കുലുക്കല്ലൂർ ചൂണ്ടമ്പറ്റ സ്വദേശിനി രാജിയുടെ മാലയാണ് കവർന്നത്. കവർച്ചക്കാരെ ഏറെ നേരം പിന്തുടർന്നുവെങ്കിലും ബൈക്ക് ഉപേക്ഷിച്ച് സംഘം കടന്നുകളയുകയായിരുന്നു. പട്ടാമ്പി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരമാണ് സംഭവം ഉണ്ടായത്. ഓങ്ങല്ലൂരിൽ നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്ന ചുണ്ടമ്പറ്റ സ്വദേശിനി പാണാരത്ത് വീട്ടിൽ രാജിയുടെ കഴുത്തിലുണ്ടായിരുന്ന 2.5 പവനോളം വരുന്ന സ്വർണ്ണമാലയാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം കവർന്നത്. വാഹനത്തിലിരുന്നുള്ള പിടിവലിയിൽ മാലയുടെ ഒരു കഷ്ണം രാജിയുടെ കയ്യിൽ കിട്ടി. തുടർന്ന് ബൈക്ക് യാത്രക്കാരെ സ്കൂട്ടറിൽ പിന്തുടർന്നുവെങ്കിലും മോഷണസംഘം വാഹനം ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. മോഷ്ടാക്കളെ പിന്തുടരുമ്പോഴും രാജി നാട്ടുകാരെ ഉച്ചത്തിൽ വിളിച്ച് മോഷണവിവരം പറയുന്നുണ്ടായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മോഷ്ടാക്കളുടേതെന്ന് കരുതുന്ന 2 പേരുടെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആലുവയിൽ നിന്നും മോഷ്ടിച്ച ബൈക്കിലാണ് സംഘം എത്തിയതെന്നാണ് പോലീസ് നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കപ്പൂർ കൂനമൂച്ചിയിൽ മരക്കൊമ്പുകൾ പൊട്ടിവീണ് 5 ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. കൂനമൂച്ചി സെന്ററിലെ കാലപ്പഴക്കമുള്ള മാവിന്റെ ശിഖരമാണ് പൊട്ടിവീണത്. വെള്ളിയാഴ്ച പകൽ 3:30യോടെയായിരുന്നു അപകടം. 5 വൈദ്യുതി തൂണുകളും വൈദ്യുതി കമ്പികളും തകർന്നു വീണു. ഇതുവഴി കടന്നുപോകുന്ന 11 kV ലൈനുകളാണ് തകർന്നത്. മരക്കൊമ്പുകൾ പൊട്ടിവീണത് തൊട്ടടുത്ത പറമ്പിലേക്കായതിനാൽ വൻ ഒഴിവായി. ഈ വർഷത്തെ കൂറ്റനാട് ദേശോത്സവം ഫെബ്രുവരി 4, 5, 6 തീയതികളിലായി വർണ്ണോജ്വലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 28 ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ തലയെടുപ്പുള്ള 48ഓളം ഗജവീരന്മാർ ദേശോത്സവത്തിന് പ്രൗഢിയേകും. തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള 10,000-കണക്കിന് ആഘോഷപ്രേമികൾ കൂറ്റനാട് നഗരത്തിൽ അന്നേ ദിവസങ്ങളിൽ ജനസാഗരം തീർക്കും. ആഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള അനിഷ്ട സംഭവങ്ങൾ തടയിടൽ, നഗരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നിരവധി നിരീക്ഷണ ക്യാമറകൾ സജ്ജീകരിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. ഫെബ്രുവരി 6-ന് പള്ളി പരിസരത്തു നിന്നും 6 മണിക്ക് ഘോഷയാത്രകൾക്ക് തുടക്കമാകും. നഗരപ്രദക്ഷിണം പൂർത്തിയാക്കി തൃത്താല റോഡിൽ രാത്രി 10 മണിക്ക് കരുവാടിക്കുളത്തിന് സമീപത്തെ പാടത്ത് ഗജസംഗമം നടക്കും. കൂടാതെ 3 ദിവസങ്ങളിലായി പ്രദർശനമേളകൾ ഉൾപ്പെടെയുള്ളവയുമുണ്ടാകും. ഫെബ്രുവരി 4-ന് ആലപ്പടമ്പ്, 5-ന് കോടനാട് എന്നിവിടങ്ങളിൽ രാത്രി ഗാനമേളകളുമുണ്ടാകും. കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ രവി കുന്നത്ത്, രവി മാരാത്ത്, അബ്ദുൽ ഹമീദ് PA, ഗഫൂർ KV, VP അബ്ദുൽ ജബ്ബാർ, PC അജയൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാലയം 2025 ശനിയാഴ്ച അരങ്ങേറും. സ്കൂളിൽ നിന്ന് ഈ വർഷം ജില്ലാ, സംസ്ഥാനതല കലോത്സവങ്ങളിൽ സമ്മാനാർഹമായ ഇനങ്ങളുടെ അവതരണമാണ് കലാലയം 2025 എന്ന പേരിൽ സംഘടിപ്പിക്കുന്നതെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനായി പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ 9:30 വരെയാണ് പരിപാടികൾ. കലോത്സവ വേദികൾക്കപ്പുറം വിവിധ വേദികളിൽ കുട്ടികളുടെ പ്രകടനങ്ങൾക്ക് അവസരമൊരുക്കുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വ അധ്യാപകരെയും നാട്ടുകാരെയും മറ്റ് അഭ്യുദയകാംക്ഷികളെയുമെല്ലാം ഏകോപിപ്പിച്ച് സ്കൂൾ PTA-യും SMC-യും സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായ പ്രവർത്തനമാണ് കലാലയം 2025. സ്കൂൾ പ്രിൻസിപ്പാൾ റാണി അരവിന്ദൻ, VHSC പ്രിൻസിപ്പാൾ JC ആന്റണി, SMC ചെയർമാൻ M പ്രദീപ്, PTA പ്രസിഡന്റ് KP സിദ്ദിഖ്, VHSC പ്രിൻസിപ്പാൾ സ്കൂൾ HM PP ശിവകുമാർ, സ്റ്റാഫ് സെക്രട്ടറി NP പ്രകാശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പൊതുപ്രവർത്തകനുമായിരുന്ന NV ബാവയുടെ 8ാമത് അനുസ്മരണ സമ്മേളനം KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. നിസ്വാർത്ഥ പൊതുപ്രവർത്തനത്തിന്റെ ഉദാത്ത മാതൃകയായിരുന്നു NV ബാവ എന്ന് ബൽറാം അഭിപ്രായപ്പെട്ടു. NV ബാവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കൂറ്റനാട് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ ഹംസ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K വിനോദ്, കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് AM ഷെഫീഖ്, സെക്രട്ടറിമാരായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ഹാഷിം അച്ചാരത്ത്, അസീസ് ആമക്കാവ്, ചാലിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലവി, വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റുക്കിയ ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു. ട്രസ്റ്റ് കൺവീനർ അബ്ബാസ് കൂറ്റനാട് സ്വാഗതവും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VR പ്രകാശ് നന്ദിയും പറഞ്ഞു. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിൽ മേളനം സഹവാസ ക്യാമ്പ് തുടങ്ങി. 2 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടത്തുന്നത്.
പട്ടാമ്പി ഗവൺമെന്റ് യു.പി. സ്കൂളിൽ 2 ദിവസങ്ങളായാണ് മേളനം എന്ന പേരിൽ സഹവാസ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ ക്യാമ്പിന് തുടക്കമായി. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന പാവനാടകത്തിന് പരമേശ്വർ മാസ്റ്റർ നേതൃത്വം നൽകി. KM കലൈച്ചെൽവിയുടെ നേതൃത്വത്തിൽ ഗോത്രകലകളെ കുറിച്ചുള്ള ക്ലാസും ഉണ്ടായി. ആളുകളാണെങ്കിൽ LP ഇപ്പോൾ കഴിഞ്ഞു, കൊല്ലത്തെ കഴിഞ്ഞില്ലേ, 4ാം ക്ലാസ് മേള LP മേളല്ല, അടുത്ത കൊല്ലം UP മേളയാണ്. 7ാം ക്ലാസ്സുകാർക്ക് UP മേള കഴിഞ്ഞു, ഇനി ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും. അപ്പൊ അതിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു ജനമാണ് ഇപ്പൊ ചെയ്യാൻ പറ്റും. അറിയാം, നമുക്ക് എന്തിനാണ് സ്കൂളിലേക്കാകുക, മേളക്കാകുക ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഞാൻ ആമുഖമായിട്ട് പറയാൻ പോകുന്നത്. നാടകം, മാപ്പിളക്കല, കരകൗശലം, വ്യായാമശീലങ്ങൾ എന്നിവയും സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ശനിയാഴ്ച വൈകുന്നേരത്തോടെ മേള സമാപിക്കും. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രം ഉത്സവത്തിനൊരുങ്ങി. ഫെബ്രുവരി 2 മുതൽ 9 വരെയാണ് ഉത്സവം ആഘോഷിക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓങ്ങല്ലൂർ തളി മഹാഗണപതി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 2 മുതൽ 9 വരെയാണ് ഉത്സവം ആഘോഷിക്കുന്നത്. ഫെബ്രുവരി 2-ന് വൈകുന്നേരം 7 മണിക്ക് ഉത്സവ കൊടിയേറ്റം നടക്കും. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറടുത്ത് ശങ്കരുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുക. തുടർന്ന് ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച അന്നദാന മണ്ഡപത്തിന്റെ സമർപ്പണവും നടക്കും. ഓങ്ങല്ലൂർ കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന നൃത്ത വിസ്മയവും അന്നേ ദിവസം ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പട്ടാമ്പി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീ മഹാഗണപതി ക്ഷേത്രം 1000-ഓളം വർഷം പഴക്കമുള്ള 4ാമത്തെ ഭ്രാന്തനാൽ പ്രതിഷ്ഠിതമായത് എന്ന് പ്രസിദ്ധി പെറ്റ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ എല്ലാ വർഷവും നടത്തി വരാറുള്ള തിരുവുത്സവം ഈ വർഷം ഫെബ്രുവരി 2-ാം തീയതി കൊടിയേറ്റത്തോടുകൂടി 9-ാം തീയതി ആറാട്ടോടുകൂടി സമാപിക്കും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന അതിമനോഹരമായ ഭക്തിനിർഭരമായ താന്ത്രിക ക്രിയകളും കൂടെ ഉത്സവത്തോട് അനുബന്ധിച്ച് നടക്കുന്ന വിശേഷ കലാപരിപാടികളും കൂടി അതിഭംഗിയായി നടക്കുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറടുത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് പ്രത്യേക കാർമ്മികത്വത്തിൽ അനേകം മഹാപണ്ഡിതന്മാരായ വേദവിത്തുക്കളായ ബ്രാഹ്മണരും എല്ലാം ചേർന്ന് മികച്ച കലാകാരന്മാർ ഒരുക്കുന്ന താളമേളങ്ങളോടെ അതിഗംഭീരമായി നടത്തുന്നു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി താന്ത്രിക ചടങ്ങുകൾക്ക് പുറമെ എല്ലാ ദിവസവും വൈകുന്നേരം വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. തിരുവാതിരക്കളി, ഭരതനാട്യ കച്ചേരി, മോഹിനിയാട്ടം, നൃത്തസന്ധ്യ, കൈക്കൊട്ടിക്കളി, ഡബിൾ തായമ്പുക, സംഗീത കച്ചേരി, കഥകളി, ഓട്ടംതുള്ളൽ, നൃത്തഗോപുരം തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും. ആറാട്ട് ദിവസമായ ഫെബ്രുവരി 9-ന് രാവിലെ ക്ഷേത്രത്തിൽ സംഗീതോത്സവം നടക്കും. 10 മണിക്ക് പഞ്ചരത്ന കീർത്തനാലാപനവും തുടർന്ന് അഖില കേരള ചിത്രരചനാ മത്സരവും ഒരുക്കിയിട്ടുണ്ട്. 12 വയസ്സ് വരെ ഉള്ളവർക്കും 12 വയസ്സിന് മുകളിലുള്ളവർക്കുമായാണ് 2 വിഭാഗങ്ങളിലായി മത്സരങ്ങൾ ഒരുക്കുന്നത്. വൈകിട്ടാണ് ആറാട്ട്. ആറാട്ടിന് ശേഷം കരിയണ്ണൂർ നാരായണ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടു കൂടിയുള്ള തിരിച്ചെഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ PM പരമേശ്വരൻ നമ്പൂതിരി, OM അനുജന്മാരാർ, C വേണുഗോപാലൻ, രാമചന്ദ്രൻ കാട്ടാളത്ത്, PV ഹരിവാര്യർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. വന്യമൃഗശല്യം നിയന്ത്രിച്ച് കൃഷിയും ജനജീവിതവും സംരക്ഷിക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി വലപ്പാട് ആവശ്യപ്പെട്ടു. വന്യമൃഗശല്യം നിയന്ത്രിക്കുക, കൃഷി സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് PM ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് EA റഷീദ് മാസ്റ്റർ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KK ഷാജഹാൻ, ഡോക്ടർ BR അംബേദ്കർ കർഷക അവാർഡ് ജേതാവ് T ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. ചേലക്കര മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി KK ഷെഫൂറ സ്വാഗതവും പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VA ഷെമിയ നന്ദിയും പറഞ്ഞു. ഇതോടെ നിളവരെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.